ഹലോ ഹലോ ഹലോ. ആ എന്താ ഈ സമയത്ത് വിളിക്കാൻ പറ്റിയേ? ഇന്നലെ വന്നിട്ട് പിന്നെ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ വിളിച്ചതാണ്. വീട്ടിലാരുമില്ല? വീട്ടിലാരുമില്ല, ആ, അതുകൊണ്ട് ഞാൻ ചേച്ചി ഒന്ന് വിളിച്ചോ കിട്ടും. അല്ല കിട്ടുന്ന സമയം വിളിച്ചാൽ അനക്കല്ലേ? ഉം. കിട്ടുന്ന സമയം വിളിച്ചാൽ അനക്ക് നല്ലതാണ്. ആ, അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി. എന്നാ ഞാൻ വിചാരിച്ചു വിളിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അങ്ങനെ ഒപ്പിച്ചിട്ട് തരാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് വിളിക്കുന്നതാന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നാ? അയ്യോ അങ്ങനല്ല, ഞാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അന്ന് ഇത് ഈ മിഞ്ഞാത്തിൽ വന്നിട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അന്ന് നമ്മളെ നീ പറഞ്ഞ നേരിട്ടാണ് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചങ്ങായിന്റെ ഭാര്യ, ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാന്ന് ഈ തൃപ്തിയാവുക എന്നുള്ളത് കളിയില്. നമ്മളെ ചങ്ങായിന്റെ ഭാര്യ ഓന് ഒരു വിധത്തിലും സംഗതി നടക്കത്തില്ല. അവൻ പറയുന്നത് അവനെ കേട്ടോക്കുമ്പോ ഞാൻ നീ നിന്റെ മാപ്പിളന്റെ കാര്യം പറയുന്നില്ല. കാരണം വെക്കുന്നതിന് മുന്നേ അങ്ങ് പോകുമല്ലോ. അപ്പൊ ഓക്കൊരു തൃപ്തിയാകുന്നില്ല. അപ്പൊ ഇതില് ഒരു എന്താ പറയാ, ഒക്കെ ഇതിനോട് വലിയ താല്പര്യമില്ലാതല്ലേ. അതുകൊണ്ട് ശരിക്കും ഒന്ന് പറഞ്ഞാട്ടെ, എന്നിട്ടൊന്നുമില്ല, നീ പറഞ്ഞ എങ്ങനെയാന്ന് ഒരു ഭാര്യ അല്ല ഒരു പെണ്ണിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണ്ടേന്ന് ഒരു അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. നീ തന്നെ പറഞ്ഞു. നീ എല്ലാം പറഞ്ഞു. അന്ന് നീ പിന്നെ പുറത്തു തന്നെ പിന്നെ ഇതെല്ലാം ചോദിക്കാനുള്ള സമയം കിട്ടിച്ചല്ലോ. അന്നേ ഞാൻ അടുത്ത് പറഞ്ഞത്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. പറ നീ. അതായത് ഇത് ചെയ്യുമ്പോ എങ്ങനെയാണ് ഒരു പെണ്ണ് നല്ല തൃപ്തി, എന്തൊക്കെയാ ഒരാള് ചെയ്യണമെന്നുള്ളത്. സൗണ്ട് പറ, കേൾക്കുന്നില്ല. ആദ്യം എങ്ങനെയാന്ന് അവിടെ ഞാൻ ചെയ്താലും കറക്റ്റ് തന്നെയല്ലേ? അങ്ങനെയല്ല, നിങ്ങളുടെ കറക്റ്റ് കിട്ടിയല്ലേ നമുക്ക്. ഒരാളോട് പറയുമ്പോ ഞാൻ ചെയ്യുന്ന കറക്റ്റാന്ന് എനിക്ക് അറിയില്ലല്ലോ. കൈനെ കൊണ്ടുള്ള പ്രയോഗം മറ്റേ പൂബോധമില്ലേ, അത് കൈനെ കൊണ്ട് പിടിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് നേരിട്ട് കൊടുക്കും. വേഗം നോക്കൂല, ഇളകുമായിരിക്കും. അത് ഇങ്ങനെ അതിനകത്ത് തടിയിട്ട് ഇതാക്കുക. കൈയൊന്ന് ഉള്ളിൽ കയറ്റുക. കയ്യാ തന്നെ കുറച്ചൊരു ഇതാവും, സുഖം വരും. പിന്നെ മറ്റേ മിന്നി എടുത്തിട്ടൊന്ന് കൊടുക്കാൻ മതി. ഞാൻ കുറച്ചു കാലം അവനോട് പറഞ്ഞു കൊടുത്തു. ഓനാന്ന് ഉൾക്കൊള്ളുന്നത്. നീ കറക്റ്റ്. അപ്പൊ ഞാൻ കറക്റ്റ് വേണ്ടെങ്കിൽ എനിക്കറിയാം ഇതെങ്ങനെയാ. ഞാൻ പറഞ്ഞു അതൊക്കെ വായിച്ചു നോക്കട്ട്, വായിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാം. അപ്പൊ വായിക്കാൻ ഞാൻ വിചാരിക്കുന്ന എന്നോട് ചോദിക്കാം. നിന്റെ ഒരു ഇതില് വെച്ചിട്ട് പറഞ്ഞു എനിക്ക് എങ്ങനെയുള്ള തൃപ്തിയാന്ന് വെച്ചാൽ അത് പറഞ്ഞത്. അതുപോലെ ഞാൻ പറഞ്ഞു. പിന്നെ നല്ലോണം കടിച്ച് വെച്ച് അങ്ങനെ കുറച്ച് സമയം ഇതിലാക്കി ഒന്ന് കിസെല്ലാം ചെയ്ത് ആവുമ്പോ ഒരു ഇതായിട്ട് വരും, പകുതിയായിട്ട് വരും. പിന്നെ കൈനെ കൊണ്ടുള്ള തന്നെ കുറച്ച് ഒന്ന് തടവി അതിനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലേ? ഇവൻ അറിയിക്കൂലേ? അല്ല തടവും അങ്ങനെയാണ് സമ്മതിക്കാണ്ട് എന്റെ അഭിപ്രായത്തില്. ഇല്ല, അത് ഓൻ ചെയ്യുന്നുണ്ടാവില്ല. അതല്ലേ അന്ന് തടവി അത് നീട്ടി കൊടുത്ത് ക്ലിയർ ആകുന്നില്ല. എന്തോ ഒരു അക്ഷരസ്ഫുടത കുറവ് പോലെ. അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞാല് റേഞ്ചില്ലേ? ഇവിടുന്ന് കുറച്ച് ശബ്ദം കുറച്ചിട്ടേ പറയാൻ പറ്റും. എന്നാലും മനസ്സിലാവണ്ടേ പറയുന്ന എനിക്ക്. പറഞ്ഞില്ലേ ആ സാധനം പിന്നെ
പൂവട്ടെ അതൊന്ന് കയ്യിൽ കൊണ്ടുവന്ന് അങ്ങനെ ഞെരടി കൊടുക്കും, ഞെരടിയിട്ട് തടവി കൊടുക്കും അതിന്റെ അറ്റം. അങ്ങനെ തന്നെ കൊറേ മറ്റേ പറയണ്ടേ മറ്റേ ഇതായിട്ട് വരും, ഉണർന്നു വരും. ഞാനാലും ചെയ്യുമ്പോൾ നീ ഇങ്ങനെ കാണിക്കുന്നുണ്ടേ. നല്ല സുഖം തരും. എന്നപ്പോ എനിക്ക് പറഞ്ഞോളൂ അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്നിട്ട് പറയാതെ. ഞാൻ ഇത് അന്നാവശ്യം മാത്രമാണ്. ബാക്കി കൂടി പറ. അതുകൊണ്ടല്ലേ ഞാൻ എതിർക്കാതെ ഇതൊക്കെ തന്നെ വരുന്നേ. കുറച്ചും കൂടി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വേണം പറഞ്ഞുതരാം. അതിന്റെ ലാസ്റ്റ് അല്ല ശരിക്കും പൊസിഷൻ എങ്ങനെയാണ് നമ്മള് ശരിക്ക് നമ്മളിതല്ല അത് അമ്മിഞ്ഞാത്തെല്ലാം ചെയ്ത പോലെ വണ്ടി ഇത് കുനിഞ്ഞു നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ മുട്ടു തീറ്റ അല്ല കറന്നിട്ട് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എങ്ങനെയായിരിക്കും? ഓരോ പെണ്ണുങ്ങളത് ഓരോ മാതിരിക്കല്ലേ ഉണ്ടാവുക. ചില കുട്ടികൾക്ക് കുഞ്ഞു രീതിയിലേക്ക് ഇഷ്ടം, അല്ലാതെ ഒരിക്കലും കിടന്ന് കാല് പൊക്കിയ രീതിയിലേക്ക് ഇഷ്ടം. എന്തെല്ലാം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് വേഗം എങ്ങനെയാ ഇത് വരുക? പെണ്ണുങ്ങൾക്ക് എങ്ങനെ വേഗം ഇത് വരുക? സമയം കുറച്ച് വേഗം വരുത്തിക്കേ. ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ കയ്യിനെ കൊണ്ടൊരു പ്രയോഗം അങ്ങനെ പറയാന്നാല് പറ, കുറച്ചും കൂടി പറ, കുറച്ച് കാര്യങ്ങൾ പറ. പിന്നെ പിന്നേക്ക് വെക്കുന്നു കുറച്ച് കാര്യങ്ങൾ കുറച്ച് പിന്നെ പറഞ്ഞ പോലെ കുറച്ചും കൂടി പറയാം. ഇപ്പം കേട്ടിപ്പോ ഞാനാ നോക്കുന്നത്. പറ. കുറച്ചും കൂടി പറഞ്ഞാല് നിങ്ങള് ആളെ നിങ്ങൾ വരും. എന്തായാലും എന്റെ ആടനെ എന്റെ കെട്ടിയവന്റെ കൈ കൊണ്ട് ഞാൻ കിട്ടി മരിക്കാനാ. എന്തായാലും അങ്ങനൊത്തൂലേ? അതൊന്നും നോക്കൂലല്ലോ. രാത്രി ആടെ എത്തുന്നവരെയുള്ള അവസ്ഥ എനക്കേ അറിയുള്ളൂ. എനിക്ക് പിന്നെ ആടെ മുന്നാട് കിടവല്ലോ ഉണ്ട്. അങ്ങനെ തിരിച്ചു പോക്കും. ഇന്ന് രാത്രിയൊന്നും വരാനൊന്നും പറ്റൂല. അല്ല തിരിച്ചു പോക്കും ഇത് അവിടെ എത്തിപ്പെടലും അതിന്റെ കഷ്ടപ്പാട് പറഞ്ഞാല് പിന്നെന്നാണ് ഇങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ കിട്ടുന്നോണ്ട് ഒന്നും നോക്കണ്ട ജീവൻ പണയപ്പെടുത്തിയിട്ടാ വരുന്നു മനുഷ്യ. ഇന്നൊന്നും കാര്യമൊന്നും വേണ്ടാട്ടാ. അപ്പൊ നീ പറയാണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുള്ളും പറഞ്ഞത്. ഫുള്ളും പറഞ്ഞാ പിന്നെ ആടുന്ന് അമ്മച്ചി കണക്കിന് ഓരോട് പറയണ്ടേ? അത്ര പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ ബാക്കി പറഞ്ഞുതരും. പിന്നെ ബാക്കി പറയാ മറ്റേ നീ എന്റെ മാപ്പിളേന്റെ പറഞ്ഞ പോലെ ഇങ്ങനെ ചോറിങ്ങനെ പതപ്പിച്ചിട്ട് മറിയാണ്ട് വെച്ച പോലെ ആയിപ്പോയില്ലേ ഈ ഓഫാക്കും പോലെ. ഇത്രയും ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഒരാളെ പോയിട്ട് ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് നിന്റെ അവസ്ഥയല്ലേ അവനും ഉണ്ടാവുക. പതച്ച് മറിയാനുള്ള സംഭവം കൂടി പറഞ്ഞാലല്ലേ പതച്ച് മറിയേണ്ട സംഭവം ഞാൻ പിന്നെ പറഞ്ഞുതരാം. എല്ലാം ഒന്നിച്ച് പറഞ്ഞാ പിന്നെ അവന് ഉണ്ടില്ലാണ്. അല്ല മറ്റേ വേറെ എന്തൊരു റെഡിമെയ്ഡ് സാധനത്തിന് നീ അത് വെറുതെ പറഞ്ഞതോ അല്ലേ? വെറുതെ ഒന്നല്ല, ഉള്ളത് തന്നെയാണ്. എന്റെ അടുത്തുണ്ട്. എന്നാ അതൊരു സിംഗ് തരുവാ അവനടുത്ത് കൊടുത്തേക്കെ. അവന് കൊടുത്തേക്കാം അവനക്കൊണ്ടാകുന്നില്ലെങ്കിൽ. അതെനക്ക് വേണ്ടേ? എനിക്കാന്നല്ല വേണ്ടേ? അതിവിടെ ഇല്ല വരാതെ എനിക്ക് ആവശ്യമുണ്ട്. അവനോട് ആബോധം ഒന്ന് ഓട് വയ്യ വാങ്ങേണ്ടി വരരുത്. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഓന്റെ ഇതിപ്പോ ഓന്റെ കുഴപ്പമാണോ അല്ല ഓളെ കുഴപ്പമാണോ എനിക്കറിയില്ലേ. ഓൻ പറയുന്ന നോക്കൊന്നും ആകുന്നില്ല. കാരണം നമ്മള് ഓന്റെ പ്രശ്നം തന്നെ ഇതിങ്ങനെ കാണുമ്പോഴേക്ക് സാധനം ഇങ്ങനെ ഓടി അങ്ങ് പോകുമ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല. ഇതിട്ട് അവിടെ വെക്കുമ്പോഴേക്ക് തന്നെ 2-3 അടി അടിക്കുമ്പോഴേക്ക് സംഗതി അങ്ങ് പുറത്തു പോകുന്ന അവൻ പറയും.
പച്ചക്കറി ഇങ്ങനെ അവസ്ഥയുള്ളത്. അതിനാണ് ഓളെ ആദ്യം സൂക്ഷിക്കേണ്ടത്. അവളിപ്പോ മംഗളം കഴിക്കണ്ടേന്ന് പറയുന്നത്. അതിനാണ് ഓളെ ആദ്യം സൂക്ഷിക്കേണ്ടത്. ഓക്ക് വന്നു കഴിഞ്ഞാലേ വരാനായാലേ അതിനുള്ള പരിപാടിയാന്ന് നീ ഇപ്പം പറഞ്ഞല്ലേ. ശരി. ഈ നമ്മള് ചെയ്യുമ്പോ മറ്റേ ഇങ്ങനെ പിന്നെ പാനൽ വെച്ച് ചെയ്യേണ്ടി വരുവാ. അതിനെ കൊണ്ടൊന്നും കാര്യമുണ്ടോ? അതെല്ലാം ചെയ്താൽ നല്ലത് തന്നെ. ഓക്ക് പിന്നെ നല്ല അടിപൊളി. ഓള് അങ്ങോട്ടൊന്നും ചെയ്ത് നോക്കിയില്ലേ? അതുകൊണ്ട് പിന്നെ അവൻ എന്നോടൊന്നും ചോദിക്കുവാ. അതുകൊണ്ട് പിന്നെ എനക്ക് പിന്നെ എല്ലാം പറയാൻ പറ്റുമോ? നേരം ഒന്നായിരിക്കില്ല ഇതേടുന്ന് ഇവന് ഇങ്ങനെ ഇതെല്ലാം അറിയാം. പിന്നെ ഞാൻ മൊത്തം പറയാൻ തേച്ചില്ലേ. നമ്മള് മംഗലം കഴിക്കാത്ത ആളല്ലേ. കല്യാണം കഴിക്കാതെ ഞാൻ വന്ന് ഇത്രയും ശരിയായിരിക്കും കൊടുത്ത് ഞാൻ ഓമ്പയായിരിക്കില്ലേ. ഇവനിടന്ന് ഇതെല്ലാം അറിയാം. പിന്നെ ഞാൻ അന്ന് ഇന്നയാളെ പഠിപ്പിക്കുന്ന പറയേണ്ടിയില്ലേ. അയ്യോ അത് പറഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ പറയൂ. ഞാൻ എവിടെന്നെങ്കിലും വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഞാനിത് എവിടെന്നെങ്കിലും വായിച്ച് മനസ്സിലാക്കിയതാന്നുള്ള ഇതിലേ പറയുള്ളൂ. അല്ലേ ഞാനിത് എന്റെ ചങ്ങായിമാരോട് മംഗലം കഴിച്ച് ചങ്ങായിമാരോട് ഫോൺ ചെയ്ത് ചോദിച്ചാന്നും പറയാലോ. ബെസ്റ്റ് ഇത് പറയാൻ പറ്റും എനിക്ക്. അപ്പൊ ഒന്നുമില്ല, നല്ലോണം കവച്ച് വെച്ച് നക്കിക്കാൻ പറയാല്ലേ. ട്രൈ ചെയ്യാൻ പറ. ഒന്നുമില്ല, എന്റെ നാക്കെല്ലാം തയ്ഞ്ഞാന്ന് പറയാൻ പറ്റൂല. ഓട്ടെ, ഐസ്ക്രീം നുറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഐസ്ക്രീം തന്നെ. ഞാൻ വെച്ചാൽ അങ്ങ് പോയി. ഇനി വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. മറ്റേ അമ്മോ സ്വർഗം കാണിച്ചു കളഞ്ഞില്ലേ. ലാസ്റ്റ് വെളിയില്ലേ നിർത്ത് ഇല്ല എന്റെ എല്ലാം എന്താ പറയുന്ന കാലിന്റെ ഉള്ളം കാലം മുന്നേ ഉണ്ടല്ലോ പനി വരും. അതുപോലെ ഷോപ്പ് നീ മറ്റേ ഒലിച്ച് താറ കേട്ടോ. ഷോപ്പൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ വെച്ചാൽ സ്ട്രോങ് ഇല്ലാതെ എന്നാലും ഒരു ചെറിയ അനക്കന്തല്ലോ സംസാരിക്കുന്നു. അനക്കത്തിനാണല്ലോ നമ്മൾ ഓടി വരുന്നത്. അനങ്ങിയിട്ടും കാര്യമില്ല, ഓടിയിട്ടും കാര്യമില്ല. നമുക്കിനി വീട്ടിൽ വന്നാലേ ലൈറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുമോ? ഞാൻ മിഞ്ഞാത്തൊരു വണ്ടിയിൽ ഇങ്ങനെ കണ്ടതല്ലേ. ഇങ്ങനെ കണ്ടിട്ട് തന്നെ ചെയ്യണം തോന്നിക്കുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയാ. അതിനോട് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. നീ പറഞ്ഞില്ലേ മറ്റേ ബാക്കോട്ടുള്ള ഇത്, അത് ഭയങ്കര സംഭവം. അതേപോലത്തെ സംഭവം ഇത് കണ്ടിട്ടുള്ള പരിപാടി. നോക്കട്ടെ പറഞ്ഞ അന്വേഷിപ്പിക്കണേട്ടാ. എന്നെ പേപ്പിക്കുന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞാണ് കാര്യമായിട്ട് പറഞ്ഞാണ്. ഇനി അവിടെ തന്നെ പോവാൻ തോന്നും. നിനക്ക് രാത്രി അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ആൾക്കാർ ഇഷ്ടപ്പെടാലോ. പിന്നെ ബാക്കി സംഭവം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന്റെ ഫൈനൽ ശരിക്കും പറഞ്ഞാണോ നല്ല കേട്ടോ. അത് പിന്നെ പറഞ്ഞുതരാം. എന്നാ പിന്നെ വെക്കട്ടെ. വെച്ചോ, അമർത്തി വെച്ചോ. അമർത്തി വെച്ച് അമർത്തി പിടിച്ചോ. എന്നാ ഞാൻ വെക്കല്ലേ. ശരി.